ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഡിമാക്സ്. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ട് 7 ആണ്. പാർട്ട് 1 തൊട്ട് 6 വരെ നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു. പാർട്ട് 6ൽ നമ്മൾ 1-1 ഫംഗ്ഷൻ, ഓൺ-ടു ഫംഗ്ഷൻ എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ, സബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ, അതാണ് നമ്മൾ പാർട്ട് 6ൽ ഡിസ്കസ് ചെയ്തത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ഈ പാർട്ടിൽ ചെയ്യുന്നത്. സോ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം നമുക്ക്. ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്നവയുടെ ഇൻജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും ചെക്ക് ചെയ്യുക. അതിനർത്ഥം താഴെ തന്നിരിക്കുന്ന ഫങ്ഷൻസ് 1-1 ആണോ ഓൺ-ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് എൻ ടു എൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന സെറ്റിലേക്കാണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സെറ്റാണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. എക്സിൻ്റെ ഇമേജ് 2x ആണ്. അപ്പോൾ എക്സിൻ്റെ ഡബിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1ൻ്റെ ഇമേജ് എന്തായിരിക്കും? 2. 1ൻ്റെ ഡബിൾ 3. 2ൻ്റെ ഇമേജ് എന്തായിരിക്കും? 2ൻ്റെ ഡബിൾ 4. 3യുടെ ഇമേജ് എന്തായിരിക്കും? 3യുടെ ഡബിൾ 6. ദെൻ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന സെറ്റിലാണ്. ആ സെറ്റിലെ എലമെൻറ്റ്സ് നമുക്കറിയാം 1 2 3 4 എക്സെട്ര ആണ്. സോ അതിലെ എലമെൻറ്റ്സ് കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ആരോ ഡയഗ്രം വരച്ച് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആരോ ഡയഗ്രം വരയ്ക്കാൻ നോക്കാം നമുക്ക്. സോ നമുക്ക് ആരോ ഡയഗ്രം വരച്ച് നോക്കാം. ഇത് നമ്മുടെ എൻ എന്ന് പറയുന്ന സെറ്റാണ്. ഇതും നമ്മുടെ എൻ എന്ന് പറയുന്ന സെറ്റാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നിൽ നിന്ന് എന്നിലേക്കാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് സെറ്റ് എൻ, സെക്കൻഡ് സെറ്റും എൻ തന്നെയായത്. ഇനി നമുക്കതിലെ എലമെൻറ്റ്സ് റെപ്രസെന്റ് ചെയ്യണം. നോക്കാം. നമ്മുടെ രണ്ട് സെറ്റിലെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിലെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് 1 2 3 4 എക്സെട്ര. താഴേക്ക് ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എക്സെട്ര ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഇമേജിനെ മാർക്ക് ചെയ്യാം. ഇവിടെ ഫംഗ്ഷനിൽ തന്നിരിക്കുന്നത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നാണ് തന്നിരിക്കുന്നത്. അതായത് എക്സിൻ്റെ ഇമേജ് 2x ആണ്. അപ്പോൾ 1ൻ്റെ ഇമേജ് എന്താ വരാം? 1ൻ്റെ ഡബിൾ 1 × 2 2. സോ 1നെ 2ലേക്ക് കണക്ട് ചെയ്യുക യൂസിങ് ആൻ ആരോ. ദെൻ നെക്സ്റ്റ് നമുക്ക് 2ൻ്റെ ഇമേജ് നോക്കണം. 2ൻ്റെ ഇമേജ് അപ്പോൾ എന്താ വരാം? 2ൻ്റെ ഡബിൾ 4. സോ 2നെ 4ലേക്ക് കണക്ട് ചെയ്യാം. 2നെ 4ലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് 3യുടെ ഇമേജ് 3യുടെ ഡബിൾ 6. സോ 3നെ 6ലേക്ക് കണക്ട് ചെയ്യാം. സോ 3നെ 6ലേക്ക് കണക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ 4ൻ്റെ ഇമേജ് 4ൻ്റെ ഡബിൾ 8. സോ 4നെ 8ലേക്ക് കണക്ട് ചെയ്യുക. 8 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. സോ 6ന് അടിയിലായിട്ട് 8 ഉണ്ടാവുമെന്ന് നമുക്കറിയാം. സോ നമ്മൾ 4നെ 8ലേക്ക് കണക്ട് ചെയ്യാം. സോ നമ്മുടെ ആരോ ഡയഗ്രം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. താഴെയും എലമെന്റ്സ് ഉണ്ട്. നമുക്ക് എല്ലാം റെപ്രസെന്റ് ചെയ്ത് ആരോ ഡയഗ്രത്തിൽ വരയ്ക്കാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. സോ ഇനി നമ്മൾ നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നോക്കാം ഇത് 1-1 ആണോ ഓൺ-ടു ആണോ. സോ നോക്കാം. നമ്മൾ 1-1ൻ്റെ കണ്ടീഷൻ എന്താ? ഡിഫറെൻറ്റ് എലമെന്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ആയിരിക്കണം. സോ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിൻ്റെയും ഇമേജ് ഡിഫറെൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 1ൻ്റെ ഇമേജ് 2, 2ൻ്റെ ഇമേജ് 4, 3യുടെ ഇമേജ് 6, 4ൻ്റെ ഇമേജ് 8. അപ്പോൾ നമ്മൾ എടുത്തതിന് തന്നെ എല്ലാത്തിനും ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് ഇമേജ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഉറപ്പാണ് താഴേക്ക് പോകുമ്പോഴും ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1-1. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഗിവൺ ഫംഗ്ഷൻ ഓൺ-ടു ആണോ അല്ലയോ എന്നാണ്. ഓൺ-ടുൻ്റെ കണ്ടീഷൻ എന്താ? സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഫസ്റ്റ് സെറ്റിലേക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതായത് സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ എന്ന് നോക്കിയേ. ഫസ്റ്റ് നമ്മുടെ എലമെന്റ് 1 ആണ്. ഈ 1ന് പ്രീ ഇമേജ് ഉണ്ടോ? 1ന് പ്രീ ഇമേജ് ഇല്ല. 3ക്ക് പ്രീ ഇമേജ് ഉണ്ടോ? 3ക്ക് പ്രീ ഇമേജ് ഇല്ല. 5ന് പ്രീ ഇമേജ് ഉണ്ടോ? 5ന് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ 1 3 5 7 ഇതിനൊന്നും എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. ഈ സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് വന്നാൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ഓൺ-ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓൺ-ടു ആണോ? അല്ല. റീസൺ എന്താ? 1 3 5 അതിനൊന്നും പ്രീ ഇമേജ് ഇല്ല. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ ഓൺ-ടു എന്ന് പറയുന്നത്. ഇതിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ആണ്. പക്ഷെ റേഞ്ച് എന്താ വന്നിരിക്കുന്നത്? 2 4 6 അതൊക്കെയാണ് അതിൻ്റെ റേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1-1 ആണ്, ഓൺ-ടു അല്ല. എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ എഴുതേണ്ടതെന്ന് നോക്കാം. സൊല്യൂഷൻ എഴുതാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ആരോ ഡയഗ്രം വരയ്ക്കുക. ഓരോന്നിൻ്റെ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം താഴെ എഴുതാം. സോ നോക്കുക എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കൂ കേട്ടോ.
ആരോ ഡയഗ്രാം വരച്ചതിന് ശേഷം നമുക്ക് ക്ലിയർ ആയതാണ് ആ ഫംഗ്ഷൻ 1 ആണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ ഡിഫറെൻറ്റ് എലമെൻസിനും അപ്പുറത്തെ ഡിഫറെൻറ്റ് ഇമേജസ് ആണ്. സോ നമ്മൾ എഴുതുക ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇൻജക്റ്റീവ്, അതായത് 1 സിൻസ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇൻ n ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ n. നമുക്ക് ആരോ ഡയഗ്രാം വരച്ചപ്പോൾ ക്ലിയർ ആയതാണ്. ഓൺ ടു അല്ലാതിരിക്കാൻ കാരണം സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഇല്ല, അതുപോലെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. സോ നമ്മളത് എഴുതാം. ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. എന്താ അതിൻ്റെ റീസൺ? ദ നമ്പർ 1 in n ഡസ് നോട്ട് ഹാവ്സ് പ്രീ ഇമേജ്. 1 എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല, അതുപോലെ 3 എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല, അതുപോലെ 5 എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല. അതാണ് അതിൻ്റെ റീസൺ. പിന്നെ നമുക്ക് വേറൊരു റീസൺ എഴുതാവുന്നത് റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സോ അവർ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് എഫ് n to n given by f of x equal to x square. f of x equal to x square എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ 1 ആണോ ഓൺ 2 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ N എന്ന് പറയുന്ന സെറ്റിലാണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ. സോ നമുക്ക് ആരോ ഡയഗ്രാം വരച്ച് നോക്കാം. നമുക്ക് ഇമേജസിനെ ആരോ വെച്ച് കണക്ട് ചെയ്യാം. ഇവിടുത്തെ ഫംഗ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ദെൻ എക്സിൻ്റെ ഇമേജ് എക്സ് സ്ക്വയർ എന്നാണ് മീനിങ്. അപ്പോൾ 1ൻ്റെ ഇമേജ് നോക്കാം. 1ൻ്റെ ഇമേജ് 1 സ്ക്വയർ വരും, 1. സോ 1 കൂടെ കണക്ട് ചെയ്യാം. ദെൻ നമുക്ക് 2ൻ്റെ ഇമേജ് നോക്കാം. 2ൻ്റെ ഇമേജ് 2 സ്ക്വയർ. ദെൻ 2നെ 4ലേക്ക് കണക്ട് ചെയ്യാം. ദെൻ 3യുടെ ഇമേജ് നോക്കാം. 3 സ്ക്വയർ. 3നെ 9ലേക്ക് കണക്ട് ചെയ്യാം. ദെൻ 4ൻ്റെ ഇമേജ് എന്താ 16. അപ്പോൾ 4 16ലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആരോ ഡയഗ്രാം. ഇനി ഇത് വെച്ച് നോക്കിയിട്ട് നമുക്കിത് 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ നോക്കാം ഇത് 1 ആണോ. അപ്പോൾ ഇവിടെ നോക്കാം 1നും 2നും 3ക്കും 4നും എല്ലാം ഇമേജസ് നോക്കാം. 1ൻ്റെയും 2ൻ്റെയും 3യുടെയും 4ൻ്റെയും ഇമേജ് നോക്കാം. ഇതിനെല്ലാത്തിനും ഡിഫറെൻറ്റ് ഇമേജസ് ആണ് വന്നിരിക്കുന്നത്. 1ന് 1 ആണ് ഇമേജ്, 2ന് 4 ആണ് ഇമേജ്, 3ക്ക് 9 ആണ് ഇമേജ്, 4ന് 16 ആണ് ഇമേജ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇമേജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ്. സോ വി ക്യാൻ റൈറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇത് ഓൺ 2 ആണോ എന്ന്. ആണെങ്കിൽ സെക്കൻഡ് സെറ്റ് നമ്മുടെ ഏതാ n ആണ്. ഈ എന്നിലുള്ള എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കണം. 2ന് പ്രീ ഇമേജ് ഇല്ല, 2ന് പ്രീ ഇമേജ് ഇല്ല. ആൻഡ് 3യുടെ നോക്കാം, 3ക്ക് പ്രീ ഇമേജ് ഇല്ല, 5ന് പ്രീ ഇമേജ് ഇല്ല, 6ന് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ടോ? എല്ലാത്തിനും പ്രീ ഇമേജ് ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ 2. പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിൽ നിന്ന് ഫസ്റ്റ് സെറ്റിലേക്ക് എല്ലാ എലമെൻറ്റിനും കണക്ഷൻ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാ എലമെൻറ്റിനും കണക്ഷൻ ഇല്ല. അതർവൈസ് നമുക്ക് എന്ത് പറയാം? കോഡൊമൈൻ ഈസ് നോട്ട് ഈക്വൽ ടു റേഞ്ച്. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ 2. റീസൺ എഴുതാം. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇൻജക്റ്റീവ് since distinct elements in n have distinct images in n and the given function is not on 2. റീസൺ നമ്മൾ കണ്ടതാണ് 2 3 അതിനൊന്നും പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഞാനിവിടെ 3യും 5ഉം ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ 2 എഴുതിക്കോളൂ, 3 എഴുതിക്കോളൂ, 5 എഴുതിക്കോളൂ, ഇഷ്ടമുള്ളത് എഴുതിക്കോ. പിന്നെ വേറൊരു മെത്തഡിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So our third question നോക്കാം. Third question is f is set to z given by f of x equal to x square. പ്രോബ്ലം എന്ത് തന്നെയാണ്? ഇൻജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും ചെക്ക് ചെയ്യാനായിട്ടോ. ഇസെഡ് ടു ഇസെഡിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് എക്സിൻ്റെ ഇമേജ് എക്സ് സ്ക്വയർ. അപ്പോൾ 1ൻ്റെ ഇമേജ് ആണെങ്കിൽ 1 സ്ക്വയർ, 2ൻ്റെ 2 സ്ക്വയർ, 0യുടെ 0 സ്ക്വയർ എക്സെട്ര. ഇനി ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സെറ്റാണ്? സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഇസെഡ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതിലെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് -1 -2 -3 എക്സെട്ര, പിന്നെ 0 1 2 3 എക്സെട്ര. ഇതൊക്കെയാണ് ഇസെഡിൽ വരുന്ന നമ്പേഴ്സ്. സോ നമുക്ക് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ആരോ ഡയഗ്രാം വരച്ചിട്ടാണ് ഇതും 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ആരോ ഡയഗ്രാം വരയ്ക്കാം. സോ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ആരോ ഡയഗ്രാം വരച്ച് നോക്കാം. സോ ഞാനിവിടെ എലമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇമേജസ് ആരോ വെച്ച് കണക്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് 0യുടെ ഇമേജ് നോക്കാം. എക്സിൻ്റെ ഇമേജ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 0യുടെ ഇമേജ് 0 സ്ക്വയർ 0.
സോ സീറോയിനെയും കൂടെ ഞാൻ കണക്ട് ചെയ്തു. ഇനി നമുക്ക് 1ൻ്റെ ഇമേജ് നോക്കാം. 1ൻ്റെ ഇമേജ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1. സോ 1നെ 1ലേക്ക് കണക്ട് ചെയ്തു. ഇനി -1ൻ്റെ ഇമേജ് നോക്കാം. -1ൻ്റെ ഇമേജ് എന്താ? -1 സ്ക്വയർ. -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? +1. നമുക്ക് -1നെ 1ലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതിയല്ലേ? അപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് 2 കൂടി ചെയ്ത് നോക്കാം. 2ൻ്റെ ഇമേജ് 2 സ്ക്വയർ 4. സോ 2നെ ഞാൻ 4ലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് -2ൻ്റെ ഇമേജ് നോക്കാം. -2ൻ്റെ ഇമേജ് എന്ത് തന്നെയാണ്? -2 സ്ക്വയർ, അതായത് 4 തന്നെ വരും. സോ -2നെ നമ്മൾ 4ലേക്ക് കണക്ട് ചെയ്യണം. ഇനി ഒന്ന് നോക്കി, 1 1 ആണോ? ഡിഫറെൻറ്റ് എലമെൻസിന് ഡിഫറെൻറ്റ് ഇമേജസ് ആണോ വന്നിരിക്കുന്നത്? അല്ല അല്ലേ? -1നും 1നും സെയിം എലമെൻറ്റിലേക്കാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ -1ൻ്റെ ഇമേജും 1ൻ്റെ ഇമേജും സെയിം ആണ്. അതുപോലെ 2ൻ്റെയും -2ൻ്റെ ഇമേജ് നോക്കുക. 2ൻ്റെ ഇമേജും -2ൻ്റെ ഇമേജും സെയിം ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻസിന് ഡിഫറെൻറ്റ് ഇമേജസ് ആണോ വന്നിരിക്കുന്നത്? അല്ല. സോ നമുക്ക് ഈ ഫംഗ്ഷനെ എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? 1 1 എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്ത് ഫംഗ്ഷനാണ്? മെനി വൺ ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് 1 1 ഫംഗ്ഷൻ അല്ല ഇത്. ഇനി നമുക്കിത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലേ? ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണത് എന്താ? രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെൻസിനും പ്രീമേജ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിയേ. ഈ -1നും -2വിനൊക്കെ പ്രീമേജ് ഉണ്ടോ? -1നും -2വിനും ഒന്നും പ്രീമേജ് ഇല്ല. പിന്നെ ഇവിടെ 2വിന് പ്രീമേജ് ഇല്ല, 3ക്ക് പ്രീമേജ് ഇല്ല. അപ്പോൾ ഇത് ഓൺ ടു ആണോ? ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റീസൺ എഴുതണേന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ ആരോ ഡയഗ്രാം വരയ്ക്കുക. ദെൻ അതിൻ്റെ താഴെ എഴുതാം. ആരോ ഡയഗ്രാം വരച്ചതിന് ശേഷം നിങ്ങൾ എഴുതാം. നമുക്ക് കിട്ടിയതാണ് 1നും -1നും സെയിം ഇമേജ് ആണ്. അപ്പോൾ നമ്മൾ എഴുതാം ഇത് എലമെൻറ്റ് 1 ആൻഡ് -1 ഹാവ് ദ സെയിം ഇമേജ്. അതുപോലെ 2നും -2വിനും സെയിം ആണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എഴുതാം. 3ക്കും -3ക്കും സെയിം ആണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എഴുതാം. അതായത് f(1) is equal to f(-1). Image of 1 under f is equal to image of -1 under f. So the function is not 1 1. So അതുകൊണ്ട് ഫംഗ്ഷൻ 1 1 അല്ല. Then next നമുക്ക് on 2 അല്ലെന്നാണ് കിട്ടിയത്. So you write the function is not on 2. ഇനി നമുക്ക് അതിൻ്റെ റീസൺ എഴുതണം. സോ നമുക്ക് ഫിഗറിൽ നിന്ന് ക്ലിയർ ആയതാണ്. നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനൊന്നും പ്രീമേജ് ഇല്ല. സോ നമുക്ക് എഴുതാം the function is not on 2 since the negative integers have no preimage. നെഗറ്റീവ് ഇൻറ്റീജേഴ്സിന് പ്രീമേജ് ഇല്ല. ഇങ്ങനെ അല്ലെങ്കിൽ നമ്പേഴ്സ് -1 -2 -3 എക്സെട്ര ഹാവ് നോ പ്രീമേജ്. പിന്നെ നമുക്കറിയാമല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ എഴുതുന്നത്? റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. അതും വേണമെങ്കിൽ നമുക്ക് എഴുതാം. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. ഇതും റീസൺ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഫോർത്ത് പ്രോബ്ലം നോക്കാം. ഫോർത്ത് വൺ, f z to z given by f of x equal to x cube. f of x equal to x cube എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് z എന്ന് പറയുന്ന സെറ്റിലാണ്, അതായത് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിലാണ്. 1 1 ആണോ 1 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് ആരോ ഡയഗ്രാം വരയ്ക്കാം. സോ നമുക്ക് ആരോ ഡയഗ്രാം നോക്കാം. ഞാനിവിടെ എലമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആരോ വെച്ച് കണക്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ക്യൂബ്, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ എക്സിൻ്റെ ഇമേജ് എക്സ് ക്യൂബ് ആണ്. സോ അത് നമുക്ക് സീറോയുടെ ഇമേജ് നോക്കാം. സീറോയുടെ ഇമേജ് 0 ക്യൂബ്, സീറോയിലേക്ക് കണക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് 1ൻ്റെ ഇമേജ് നോക്കാം. 1ൻ്റെ ഇമേജ് 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് വെച്ചാൽ 1 ആണ്. സോ 1നെ 1ലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ -1 നോക്കാം. -1ൻ്റെ ഇമേജ് -1 ക്യൂബ്. -1ൻ്റെ ക്യൂബ് എന്താ? -1 ആണ്. സോ -1നെ -1ലേക്ക് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഇമേജ്, നെക്സ്റ്റ് നമുക്ക് 2 വരച്ച് നോക്കാം. 2ൻ്റെ ഇമേജ് 2 ക്യൂബ്. 2 ക്യൂബ് എത്രയാ? 8 ആണ്. സോ 8, 2നെ 8ലേക്ക് കണക്ട് ചെയ്തു. താഴെ 8 ഉണ്ടെന്ന് വിചാരിച്ച് 8ലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ -2ൻ്റെ ഇമേജ് നോക്കാം. -2ൻ്റെ ഇമേജ് -2 ക്യൂബ്. -2 ക്യൂബ് എന്ന് പറയുന്നത് -8 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഇങ്ങോട്ട് വരാം. ഇനി നമ്മൾ നോക്കാം 1 1 ആണോ എന്ന്. അതായത് ഇതിൽ തന്നിരിക്കുന്ന എലമെൻറ്റ്സ് നോക്കാം. -2 1 0 1 2 ഇതിനെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് ഇമേജസ് ആണോ കിട്ടിയെന്ന് നോക്കാം. ആണല്ലോ. 0യുടെ 0, -1ൻ്റെ -1, 1ൻ്റെ 1, -2ൻ്റെ -8, 2ൻ്റെ 8, എല്ലാത്തിനും ഡിഫറെൻറ്റ് ഇമേജസ് ആണ് കിട്ടിയത്. സോ അവർ ഫംഗ്ഷൻ ഈസ് 1 1. നമ്മുടെ ഫംഗ്ഷൻ 1 1 ആണ്. ദെൻ ഇനി നമുക്ക് ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൺ 2 ആണോ എന്ന് നോക്കിയേ.
ഈ 2-ന് 3-ക്ക് 4-ന് ഒന്നും ഫ്രീ ഇമേജ് ഇല്ല. അതുപോലെ -2 -3 -4 ഇതിനൊന്നും ഫ്രീ ഇമേജ് ഇല്ല. അപ്പോൾ എല്ലാ എലമെൻസിനും ഫ്രീ ഇമേജ് വന്നിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തെ സെറ്റിലുള്ള കുറച്ച് എലമെൻസിനൊന്നും ഫ്രീ ഇമേജ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ഓൺ ടു അല്ല. അപ്പോൾ ഇത് 1 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു. ദെൻ റീസൺ എഴുതാം. റീസൺ എഴുതുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ ആരോ ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. ആരോ ഡയഗ്രാം വരച്ചതിന് ശേഷം എഴുതാം. ആരോ ഡയഗ്രാം വരച്ചതിന് ശേഷം റീസൺ എഴുതാം. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇൻജെക്റ്റീവ് അല്ലെങ്കിൽ 1 1 സിൻസ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇൻ ഇസെറ്റ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ ഇസെറ്റ്. സെറ്റിലുള്ള എല്ലാ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനും ഡിഫറെൻറ്റ് ഇമേജസ് ആണുള്ളത്. സോ ദ ഫംഗ്ഷൻ ഈസ് 1 1. ഇനി നമുക്ക് ഓൺ ടു ആണോ അല്ലയോ എന്ന് എഴുതണം. നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടിയത് ഗിവൺ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്നാണ്. സോ എഴുതാം. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഇനി ഓൺ ടു ആവാതിരിക്കാനുള്ള റീസൺ എന്താ? ആ രണ്ടാമത്തെ സെറ്റിലുള്ള കുറച്ച് എലമെൻസിനൊന്നും പ്രീ ഇമേജ് ഇല്ലല്ലോ. ഏതൊക്കെ എലമെൻസിനാണ് പ്രീ ഇമേജ് ഇല്ലാതിരുന്നതെന്ന് നമ്മൾ എക്സാമ്പിളായിട്ട് എഴുതി കാണിക്കാം. -3 -2 2 3 4 5 ഡസ് നോട്ട് ഹാവ് പ്രീ ഇമേജ്. ഇതിനൊന്നും പ്രീ ഇമേജ് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ എഴുതാവുന്നത്? ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ എഴുതുന്നതിന് നല്ലത് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ദ റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു ദ കോഡമൈൻ. റേഞ്ചും കോഡമൈനും ഈക്വൽ അല്ല. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.